ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 60 ഡേ 2 വിശേഷങ്ങളാണ് പറയുന്നത്. ഡേ 1 നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു, എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം. അപ്പോൾ ഡേ 2 വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് റിസൾട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ റിസൾട്ടാണ് ആഴ്സണലിനെ എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 1-ാം സ്ഥാനക്കാരായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ആഴ്സണലിനെ ലെവർക്യൂസൻ 1-1 സമനിലയിൽ തളച്ചു. ശരിക്കും വേണമെങ്കിൽ ലെവർക്യൂസൻ ജയിക്കാമായിരുന്നു, കാരണം ആദ്യം ലീഡെടുത്ത ലെവർക്യൂസനാണ് ഒരു ഗോള്. പിന്നെ കളി അവസാനിക്കാൻ ഉള്ള സമയത്താണ് ആഴ്സണലിന് ഒരു പെനാൽറ്റി കിട്ടുകയും പെനാൽറ്റി വഴി ആഴ്സണൽ ഗോളടിക്കാൻ പറ്റിയത്. മാക്സിമം ആഴ്സണലിലെ കോർണറിലൂടെയും സെറ്റ് പീസിലൂടെ ഗോളടിക്കാൻ നോക്കി. പക്ഷെ അവർ ഗോൾ കീപ്പറും ഡിഫൻഡേഴ്സും നന്നായി പണിയെടുത്തിട്ട് ലെവർക്യൂസൻ്റെ ഗോൾ കീപ്പറും ഡിഫൻഡേഴ്സും കൂടി നന്നായി പണിയെടുത്തിട്ട് നന്നായി കാര്യങ്ങൾ ഡീൽ ചെയ്തു. എന്നിട്ടാണ് അവരെന്നെ ഗോളടിക്കാത്ത രീതിയിലാക്കിയത്. പക്ഷേ അവസാന നിമിഷങ്ങളിലൊരു പെനാൽറ്റി കിട്ടുകയും അത് ആഴ്സണൽ ഗോളടിക്കുകയും ചെയ്തു. ആഴ്സണലിന് വേണ്ടിയിട്ട് ഹവേർട്സ് ആണ് അവസാനം ഗോൾ അടിച്ചത്. എനിവേ ലെവർക്യൂസനെ നോക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. ലെവർക്യൂസനേക്കാൾ എത്രയോ മികച്ച രീതിയിൽ കളിക്കുന്ന ആഴ്സണലിന് ഇത് ഈ സമനില ഒരു തിരിച്ചടിയാണ്. പക്ഷേ കുഴപ്പമില്ല, 2ാം ലീഗ് നടക്കുന്നത് എമിറേറ്റ്സിലാണ്, ആഴ്സണലിൻ്റെ ഹോം ഗ്രൗണ്ട്. അത് കാരണം അവർക്ക് 0-0 ലെവലിന് കയറി വരാം. ഇതിലും ഞാൻ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ടാണ് ലെവർക്യൂസൻ ഈ കളി ആദ്യ ലീഗ് ലെവർക്യൂസൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടത്തിയത്. അതിനെന്തായാലും ക്രെഡിറ്റ് ലെവർക്യൂസൻ തന്നെയാണ്. എന്നാൽ 1-1 സമനില ആയതുകൊണ്ട് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫ്രഷ് ആയിട്ട് ആഴ്സണലിൻ്റെ എമിറേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതാണുള്ള കാര്യം. അടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡോ ഗ്ലിംസ്. പിന്നെ അട്ടിമറികളുമായി ബോഡോ ഗ്ലിംസ് സ്പോർട്ടിങ്ങിനെ 3-0 ബോഡോ ഗ്ലിംസ് തകർത്തെറിഞ്ഞത്. ബോഡോ ഗ്ലിംസിൻ്റെ ഹോം ഗ്രൗണ്ടായ നോർവീജിയയിൽ വെച്ചിട്ടായിരുന്നു കളി. 3-0 ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് ബോഡോ ഗ്ലിംസ് പിന്നെയും അട്ടിമറിച്ചത്. ഇപ്പോൾ ഏതൊക്കെ ടീം നോർവീജിയൻ സൈഡിൻ്റെ അട്ടിമറികൾ ആയി പകരം ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റി, പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇന്റർ മിലാൻ, 2 ഭാഗം കൂടിയിട്ട് 2 സൈഡും കൂടി ഇന്റർ മിലാൻ, ഇപ്പോൾ ഇതാ സ്പോർട്ടിങ്. അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് എന്തായാലും ബോഡോ ഗ്ലിംസ് എനിക്ക് എന്തായാലും അടുത്തത് സ്പോർട്ടിങ്ങിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന 4 ഗോൾ അടിച്ചിട്ട് സ്പോർട്ടിങ് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല സ്പോർട്ടിങ്ങിന് അത് കടക്കാൻ പറ്റുന്നു. ഇനി ബോഡോ ഗ്ലിംസ് വെറുതെ ഇരിക്കും. ബോഡോ ഗ്ലിംസ് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഒരു ഗോൾ കൊണ്ട് അടിക്കായിരിക്കും. അപ്പോൾ അവർ 4 ഗോളായി. പിന്നെ 5 ഗോൾ അടിച്ചിട്ട് ജയിക്കാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം ബോഡോ ഗ്ലിംസ് പിന്നെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. നെറ്റിക്കൽ നമ്പർ 4 നെറ്റിക്കൽ ടീമായിട്ട് മാറുകയാണ് നമ്മുടെ ബോഡോ ഗ്ലിംസ്. മാഞ്ചസ്റ്റർ സിറ്റി, പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇന്റർ മിലാൻ, 2 പാദം കേട്ടോ ഇന്റർ മിലാൻ, ഇപ്പോൾ ഇതാ സ്പോർട്ടിങ്. ഞെട്ടിക്കൽ ടീം ബോഡോ ഗ്ലിംസ്. അടുത്തൊരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSG ഡിഫൻഡിങ് ചാമ്പ്യൻസ്, കഴിഞ്ഞ സീസണത്തെ ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യന്മാരായ PSG 5-2 വേൾഡ് ക്ലബ്ബ് ചാമ്പ്യന്മാരായ ചെൽസിയെ തോൽപ്പിച്ചു. PSG ഹോം ഗ്രൗണ്ടായ പാരീസിൽ വെച്ചിട്ടാണ് കളി നടന്നിട്ടുണ്ടായിരുന്നത്. ആ കളിയിലാണ് PSG നമ്മുടെ ചെൽസിയെ ഔട്ട് ക്ലാസ് ചെയ്തത് 5-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. PSG എന്ത് വേൾഡ് ക്ലബ്ബ് ചാമ്പ്യൻസ് അവർ തലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻഡിങ് ചാമ്പ്യൻസാണ് ഞങ്ങൾ ആര് വന്നാലും മുമ്പ് ഇരുന്നാലും തീർത്ത് കളയുന്ന ലെവലിലാണ് PSG കളിച്ചത്. അങ്ങനെ ചെൽസി വേൾഡ് ചാമ്പ്യൻസ് എന്നുള്ളൊരു കളിയൊന്നും പുറത്തിടുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 5-2 PSG അങ്ങെടുത്തു. ഇനി എന്തായാലും 2ാം ലീഗ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ് നടക്കുന്നത്. പ്രത്യേകിച്ചൊരു വലിയൊരു മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല. ഇനി 4 ഗോൾ അടിച്ചിട്ടൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഫുട്ബോളാണ്, എന്ത് നടക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PSG തന്നെ മുന്നിലേക്ക് കയറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എല്ലാവരും മോസ്റ്റ് വെയിറ്റ് ചെയ്ത കളിയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം. സാന്റിയാഗോ ബെർണബ്യൂവിൽ നിറഞ്ഞ കാണികൾക്ക് മുന്നിലായിരുന്നു മത്സരം നടന്നത്. 3-0 റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിനെ അട്ടിമറിച്ചു. ഈ കളിക്ക് മുൻപ് ഫുട്ബോൾ പണ്ഡിറ്റുകളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മി കാരിഗർ തുടങ്ങിയിട്ടുള്ള ഫുട്ബോളിനെ വിലയിരുത്തുന്ന പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിനെ ഫുട്ബോളിനെ മൊത്തത്തിൽ വിലയിരുത്തുന്നവരൊക്കെ പറഞ്ഞിരുന്നത്, സാധ്യത കൽപ്പിച്ചിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്കാണ്. പക്ഷെ അതൊക്കെ തച്ചുടച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് 3-0 ജയിച്ചു. ആദ്യ പകുതിയിലായിരുന്നു എല്ലാ ഗോളും വീണത്. ഗോൾ അടിച്ചത് ആരാ? ഫെഡറിക്കോ വാൽവർദെയാണ് ഗോൾ അടിച്ചത്. ഒന്നും പറയാനില്ല, മാസ്റ്റർ പീസ് പെർഫോമൻസ്. ആ 3 ഗോളും പറഞ്ഞ ആദ്യ പകുതിയിലായിരുന്നു. ഹാർട്രിക് പെർഫോമൻസോട് കൂടി ഫെഡെ വാൽവർദെ 2ാമത്തെ ലീഗിന് ഒരു ആത്മവിശ്വാസം കൂടി റയൽ മാഡ്രിഡിന് കൊടുത്തു. റയൽ മാഡ്രിഡ് ടീമിൽ എംബാപ്പെ ഉണ്ടായിരുന്നില്ല, ആലോചിക്കണം. പിന്നെ അവരുടെ മിഡ്ഫീൽഡിൽ ആ ചങ്ങാതി ഉണ്ടായിരുന്നില്ല. മിഡ്ഫീൽഡിലെ കളിക്കാരൻ പേര് വന്നുപോയി. ആ ചങ്ങാതി ഉണ്ടായിരുന്നില്ല. ഇല്ലാതെയാണ് ഇവർ
ഇറങ്ങിയത്. പിന്നെ റോഡ്രിഗോ ഉണ്ടായിരുന്നില്ല. ഈ 3 പ്രധാനപ്പെട്ട താരങ്ങളില്ലാതെയാണ് റയൽ മാഡ്രിഡ് സിറ്റിക്കെതിരെ റൗണ്ട് ഓഫ് 16 കളിക്കാൻ ഇറങ്ങിയെന്ന് ഓർക്കണം. എന്നിട്ടാണ് റയൽ മാഡ്രിഡ് 3-0 ജയിച്ചു കയറിയത്. ഇൻക്രെഡിബിൾ വിന്നാണ്. എന്തായാലും നെക്സ്റ്റ് അടുത്ത പാദം എന്തായാലും എത്തിഹാദിലാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ 4 ഗോൾ അടിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ സിറ്റിക്ക് വേണമെങ്കിൽ ജയിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. അടുത്ത കളിയിൽ എന്തായാലും മിക്കവാറും എംബാപ്പയും പിന്നെ ഞാൻ വിട്ടുപോയി കളിക്കുന്ന ജൂഡ് ബെല്ലിംഗ്ഹാമാണ്. എംബാപ്പെ, ജൂഡ് ബെല്ലിംഗ്ഹാം, റോഡ്രിഗോ ഒക്കെ തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടി കളി ഉഷാറാവും. അപ്പോൾ 4 ഗോൾ അടിച്ചിട്ട് സിറ്റി ജയിക്കുക എന്ന് പറഞ്ഞപ്പോൾ കളി ബുദ്ധിമുട്ടാണ്. ഇന്നലെ തന്നെ ഡിഫൻസിൽ ഭയങ്കര മോശം പ്രകടനമായിരുന്നു. ഡിഫൻസിൽ നിന്നും മധ്യനിരയിൽ നിന്നൊക്കെ ബോൾ കിട്ടിയിട്ടാണ് ഫെഡയൊക്കെ ഗോൾ അടിച്ചത്. പക്ഷേ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. കുസനോവാണ് കമ്പാരിറ്റീവ്ലി ഡിഫൻസിൽ കുറച്ചും കൂടി ഭേദപ്പെട്ട പ്രകടനം നടത്തിയത്. മികച്ച കളിക്കാരായ ഗുഹിയും പിന്നെ റോഡ്രി ഒന്നും വേണ്ട പോലെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 3-0 റയൽ മാഡ്രിഡ് ജയിച്ചു. അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡിനാണ്. 4 ഗോളിനൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. ഇനി എത്തിഹാദിൽ പോയിട്ട് 1-2 കൂടിയും റയൽ മാഡ്രിഡ് ഇട്ട് കഴിഞ്ഞാൽ അതും കവർ ചെയ്ത് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പിനും പിള്ളേരിന് എളുപ്പമാവില്ല.